വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ മുന്നത്തെ ഒരു ഷോർട്സിൽ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ കുറേ അറിയാത്ത ആൾക്കാരും ചിലപ്പോൾ വീഡിയോസ് കാണാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എൻ്റെ പേര് അനഘ എന്നാണ്, വീട് വയനാടാണ്. ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എറണാകുളത്ത് ഒരു കോഴ്സ് പഠിക്കുകയാണ്. അപ്പം ഹോസ്റ്റലിൽ നിന്നാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം അതിൻ്റെതായ ചെറിയ ചെറിയ പരിമിതികളുണ്ട്. സൗണ്ടിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു ബിൽഡിങ് പണി നടക്കുകയാണ്. അപ്പം അവിടുന്ന് ചില സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1K ആവുന്ന സമയത്ത് ഞാൻ ഒരു Q&A ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാമെന്ന്. പക്ഷേ Q&A വേണ്ട എന്ന് തോന്നി. കാരണം വെച്ചാൽ കുറച്ചും കൂടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു Q&A. അപ്പം എന്തായാലും ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. ഞാൻ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് എല്ലാവർക്കും നമ്മൾ പൊതുവേ അറിയേണ്ട കാര്യങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഇങ്ങനെ വ്ളോഗിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ടമാണ്. ഞാൻ കുറച്ചും കൂടെ ജില്ലായിട്ട് നടക്കുന്ന ഭയങ്കര അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പൊതുവേ ഞാൻ. അപ്പം എനിക്കെന്തോ വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു സന്തോഷം കിട്ടുന്നു, അങ്ങനെ പറയാം. കുറച്ചും കൂടെ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആണെങ്കിലും അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണം, ആ വീഡിയോ ഇന്നത് എടുക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടെയൊക്കെ എന്താ പറയുക ആക്റ്റീവ് ആവുകയും അതുപോലെ തന്നെ കുറച്ചും കൂടെ ടൈം അതിലേക്ക് സ്പെൻഡ് ചെയ്യുമ്പം എന്താ പറയുക ഒരു പ്രത്യേക തരം ഒരു ഹാപ്പിനെസ് എനിക്ക് അതിൽ കിട്ടുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ മെല്ലെ അത് സീരിയസ് ആക്കി എടുത്തു. ആദ്യം വെച്ചാൽ വീഡിയോസ് ഇടുന്നുണ്ടെന്നല്ലാതെ പിന്നെ ഞാൻ മെയിനായിട്ടൊന്നും സീരിയസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തോ വ്യൂസ് കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പം ഞാൻ പിന്നെ ഓരോരോ വീഡിയോസ് വെച്ച് എടുത്തു. അങ്ങനെ ഇപ്പം നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. 2 ദിവസം മുന്നെയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ടൈമിൽ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പം അതിന് വീഡിയോസും കാര്യങ്ങളൊന്നും ഡെയിലി ഇടാറില്ല. ഡെയിലി എന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് വീഡിയോസ് എടുക്കാനുള്ള ഒരു സോഴ്സ് ഉണ്ടായിരുന്നില്ല. ഫ്രണ്ടിൻ്റെ ഫോണിലായിരുന്നു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ആളുടെ ഫോൺ കിട്ടുന്ന ടൈമിൽ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് അയച്ചു കിട്ടാനൊക്കെ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലാഗായിരുന്നു. അപ്പം അങ്ങനെ പതുക്കെ അതിങ്ങനെ സ്റ്റോപ്പായി വന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ എറണാകുളത്ത് വന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതിൽ ഞാനിങ്ങനെ ജസ്റ്റ് വ്ളോഗിങ് പോലെ ഓരോന്ന് ചെയ്തിടും. അപ്പോൾ ആൾക്കാർ എന്നോട് ഇങ്ങനെ പറയാം, നിനക്ക് ചാനൽ തുടങ്ങിക്കൂടെ, നല്ലതാന്ന് പറയാം. അങ്ങനെ എല്ലാവരും പറഞ്ഞ് എനിക്ക് എന്നാൽ തുടങ്ങിയാൽ കൊള്ളാലേ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോൺ എടുത്തത്. അപ്പോൾ പിന്നെ ഞാനൊരു 3 months ആവുന്നു ഇപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ 3 monthsന്റെ ഉള്ളിൽ തന്നെ 1K ആയത് എനിക്ക് എന്താ പറയുക ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എത്രയോ ആൾക്കാരുണ്ട്, അതായത് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷമായിട്ടും ചാനൽ തുടങ്ങിയിട്ട് 1K പോലും ആവാൻ പറ്റാണ്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഇത്ര പെട്ടെന്ന് 1K അടിച്ചതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണുള്ളത്. എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. അപ്പം ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അത്രയും നമുക്ക് എന്താ പറയുക ഒരു ബാക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഫ്രണ്ട്സും ഫാമിലിയും. അപ്പം ആരെയും വിട്ടു പറയാൻ പറ്റില്ല. എല്ലാവരും ഒരിക്കലും ഇനി എന്തിനാ വീഡിയോ ചെയ്യുന്ന അങ്ങനത്തെ ഒരു മൈൻഡിൽ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും നീ ചെയ്യാൻ പറ്റും, അങ്ങനെ എപ്പോഴും ഒരു മോട്ടിവേഷൻ ഒരു സപ്പോർട്ട് തന്നിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ യൂട്യൂബിൽ ഗ്ലാമി ചേച്ചിൻ്റെയും അതുപോലെ തന്നെ ശരണി ചേച്ചി, പിന്നെ കാർത്തിക് സൂര്യ, അവരുടെയൊക്കെ വ്ളോഗുകൾ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും എനിക്കും ഇങ്ങനെയൊക്കെ തുടങ്ങണം, ഒരു വ്ളോഗറൊക്കെ ആവണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. മെയിനായിട്ട് ശരിക്കും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാമി ചേച്ചിയാണ് എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് തന്നെ പറയാം. ആളുടെ പണ്ടത്തെ വീഡിയോസ് ഇട്ട് ഞാൻ കാണുന്ന ആളാണ്. കഷ്ടപ്പെട്ട് ആള് തന്നെ ഇപ്പം എല്ലാം ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിന് ആളായി. അതുപോലെയൊക്കെ എൻ്റെ ആഗ്രഹം. ഈ ഒരു വ്ളോഗിംഗ് ഒക്കെ എവിടം വരെ ചെന്നെത്തുന്ന പോലെ എനിക്കറിയില്ല, പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചും കൂടെ ആയിരിക്കും. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എങ്ങനത്തെ കണ്ടന്റാണ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് വ്ളോഗിംഗ് ആണ്. വ്ളോഗിങ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അൺബോക്സിങ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഓരോ പ്രൊഡക്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വ്ളോഗിലുള്ള
മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകൾ ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പം വ്ളോഗിങ് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പയ്യെ പയ്യെ ഞാൻ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഈ റിവ്യൂവിന്റെ ഒക്കെ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ചാനലിന്റെ പേര് ഈ ഒരു ഡെയിലി ഡയറി എന്ന് പറയുന്ന പേര് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കുണ്ടായിരുന്നു യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഈ അനഘ വ്ളോഗ്സ് അല്ലെങ്കിൽ അനു വ്ളോഗ്സ് അങ്ങനെയൊന്നും ഇടാതെ കുറച്ചും കൂടെയൊക്കെ എന്താ പറയാ വെറൈറ്റി ആയിട്ടുള്ള പേരിടണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പിൻട്രസ്റ്റിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കുറേ ഉണ്ടായിരുന്നു. അപ്പം ഒന്നും എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എന്നുള്ളപ്പം ഇങ്ങനെ ഡെയിലി ഡയറി എന്ന് പറഞ്ഞപ്പം ഓക്കെ കുഴപ്പമില്ല. ഡെയിലി ഡയറി വെച്ചാൽ നമുക്ക് ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുക, ഡെയിലി ഉള്ള വ്ളോഗ്സ് ഇടുക, അങ്ങനെ ഒരു മൈൻഡിൽ എന്നാൽ ഡെയിലി ഡയറി എന്നുള്ള പേരിടാന്ന് വിചാരിച്ച് ഇങ്ങനെ അത് സെറ്റാക്കി. ഇങ്ങനെയാണ് ഈ ഒരു പേരിടാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിലായിട്ട് പറയാം. പയ്യെ നമുക്ക് നല്ല രീതിക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പം എൻ്റെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഞാൻ നിങ്ങളെ ശരിക്കും കാണുന്നില്ല. എനിക്ക് ഒട്ടും മുന്നേ വ്ളോഗ് എടുത്തിട്ടോ അല്ലെങ്കിൽ ശരിക്കും ഞാനിങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നല്ലാതെ എനിക്ക് യാതൊരുവിധ പരിചയങ്ങളും ഇല്ല. വ്ളോഗ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതെല്ലാം പഠിച്ചു വരുന്നുള്ളൂ. അപ്പം അതിൻ്റെതായ എല്ലാവിധ കുറവുകളുണ്ടാവും. പിന്നെന്താ വെച്ചാൽ ഇപ്പം ക്യാമറയിൽ നോക്കി എങ്ങനെ ഇത്രത്തോളം സംസാരിക്കാൻ പറ്റുന്നതെന്ന് പോലും എനിക്കറിയില്ല. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോസിലായിട്ട് കാണാം. ബൈ.